നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്നവർ, സാധാരണ ജനങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട റോഡ് അടച്ചൊരു സമ്മേളനം നടത്തുന്നവർ, അതിപ്പോൾ ഭരണപക്ഷ പാർട്ടി ആയിരുന്നാലും അതിൽ പങ്കെടുത്തവരും അത് സംഘടിപ്പിച്ചവരും അതിൻ്റെ തിക്തഫലം ഉറപ്പായും അനുഭവിക്കേണ്ടി വരുമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ റോഡ് തടയുന്നതിനുള്ള ശിക്ഷാ നടപടി ഒന്നാണെങ്കിൽ, കോടതിയലക്ഷ്യ നടപടി ഒന്നാണെങ്കിൽ, റോഡ് കുത്തിപ്പൊളിച്ചു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുള്ള കേസ് വേറെയുണ്ടെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ടറിയാം. നിയമം ലംഘിച്ചവർ, ഉപ്പ് തിന്നവർ അതിൻ്റെ പ്രത്യാഘാതം നേരിടും, വെള്ളം കുടിക്കുമെന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒന്നാം പ്രതിയായി അങ്ങനെ മാറുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണോ അതോ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായിരുന്നാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും വലിയൊരു അലംഭാവം ഉണ്ടായി എന്ന് തന്നെയാണ് ഇതിന് പിന്നാലെ പലരും കുറ്റപ്പെടുത്തുന്നത്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ വെച്ചായിരുന്നു വഴി തടഞ്ഞ് CPM സമ്മേളനത്തിന് വേണ്ടി സ്റ്റേജ് കെട്ടിയത്. ഒരു ദിവസം മുഴുവൻ ആ മേഖലയിലാകെ, പ്രത്യേകിച്ചും പോലീസ് സ്റ്റേഷന് മുന്നിലിരിക്കുന്ന റോഡ് തടയുകയും തൊട്ടടുത്ത് മജിസ്ട്രേറ്റ് കോടതി ഉണ്ടായിട്ട് പോലും ഇത്രയും വലിയൊരു നിയമലംഘനം നടത്താൻ കാട്ടിയ കരുത്തിനെ തന്നെയാണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ സംഭവത്തിൽ കോടതിയിൽ സത്യവാങ്മൂലം DGP സമർപ്പിച്ചു കഴിഞ്ഞു. DGPയോട് വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു. അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു പോലീസിനെ വിരട്ടിയിട്ടുണ്ടായിരുന്നത്. പരിപാടികൾക്ക് അനുമതി നൽകരുത് എന്ന് നേരത്തെ തന്നെ സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഇടപെട്ടുവെന്നാണ് DGPയും പറയുന്നത്. റോഡ് കയ്യേറിയും അതുപോലെ വഴി തടഞ്ഞുമുള്ള പാർട്ടി പരിപാടികൾ ഒരു കാരണവശാലും നടത്തരുതെന്നും ഇതിനെതിരെ കർശനമായ നിയമങ്ങൾ നിലവിലുണ്ടെന്നും നേരത്തെ തന്നെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. നിയമം ലംഘിച്ചവർ അതിന്റെ പ്രത്യാഘാതം ഉറപ്പായും നേരിടണമെന്നും ഇതെങ്ങനെ തന്നെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് തങ്ങൾക്ക് നന്നായി അറിയാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മരട് സ്വദേശി നൽകിയ ഒരു ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഇനി വഞ്ചിയൂരിൽ CPM റോഡിൽ സ്റ്റേജ് കെട്ടിയത് മാത്രമല്ല, ആ സ്റ്റേജിന്റെ കാലുകൾ എങ്ങനെയാണ് ഉറപ്പിച്ചത്, അത് നാട്ടിയത് റോഡ് കുത്തിപ്പൊളിച്ചാണോ എന്നുള്ള ചോദ്യവും കോടതി ഉന്നയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അന്വേഷണത്തിൽ അത് കുത്തിപ്പൊളിച്ചാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുള്ള കേസ് വേറെ ഉണ്ടെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. ഒരു കാരണവശാലും ഗതാഗതം തടസ്സപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല. അതിനുള്ള അധികാരം ആർക്കും തന്നെയില്ല. റോഡെന്ന് പറയുന്നത് യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെയുള്ള അവകാശമാണ്. അത് തടസ്സപ്പെടുത്താനുള്ള അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല. വഞ്ചിയൂരിലെ യോഗത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് കോടതി ആരാഞ്ഞിട്ടുണ്ട്. കോടതിയലക്ഷ്യ കേസിൽ കുറ്റം ചുമത്തുന്നത് എങ്ങനെ വേണമെന്നുള്ള കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടഞ്ഞുകൊണ്ട് CPI ജോയിന്റ് കൗൺസിലിന്റെ ഒരു സമരം നടന്നുവെന്നും ജസ്റ്റിസുമാരായിട്ടുള്ള അനിൽ K നരേന്ദ്രൻ, S മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് കണ്ടെത്തുകയും ചെയ്തു. കോടതിയലക്ഷ്യ ഹർജി എന്തായിരുന്നാലും ബുധനാഴ്ച ഡിവിഷൻ ബെഞ്ച് പിന്നെയും പരിഗണിക്കും. വീണ്ടും പരിഗണിക്കുമ്പോൾ അതെങ്ങനെയുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളത് കൈക്കൊള്ളുകയും ചെയ്യും. വഴിതടഞ്ഞുള്ള വഞ്ചിയൂർ സമരത്തിനെതിരായി കേസെടുത്തു എന്ന് ഹൈക്കോടതിയിൽ DGP വിശദീകരണം നൽകിയിട്ടുണ്ട്. പരിപാടികൾക്ക് അനുമതി നൽകരുത് എന്ന് നേരത്തെ തന്നെ വ്യക്തമായി സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ താൻ ഇടപെട്ട് പരിപാടിയുടെ സംഘാടകർക്കെതിരെ കേസെടുത്തു എന്നാണ് DGP പറയുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ജോയിന്റ് കൗൺസിൽ പരിപാടിക്കെതിരെയും കേസെടുത്തതായി DGP തന്നെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതുകൂടാതെ കൊച്ചി കോർപ്പറേഷന് മുന്നിലും സമാനമായ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അവിടെയുള്ള നടപ്പാത പലപ്പോഴും സമരക്കാരുടെ കൈവശമാണ്. ഒരു തരത്തിലും ജനങ്ങൾക്ക് അതിലൂടെ നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥ, കാൽനടയാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്തൊരു സ്ഥിതി, അതാണ് ഇപ്പോൾ നിലവിലുള്ളത്. നടപ്പാതയിലായിരുന്നാലും റോഡിലായിരുന്നാലും താൽക്കാലിക സ്റ്റേജുകൾ ആർക്കും ഒരു കാലത്ത് നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടി ഓർക്കേണ്ടതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ CPI നടത്തിയ പരിപാടിക്ക് എങ്ങനെയാണ് സ്റ്റേജ് കെട്ടുകയെന്നും ഇത്തരം പ്രവൃത്തികൾക്ക് ക്രിമിനൽ നിയമപ്രകാരം നടപടി കർശനമായി തന്നെ സ്വീകരിക്കണമെന്നും കോടതി ഒരു മുന്നറിയിപ്പ് നൽകി. ഈ പരിപാടിക്ക് സ്റ്റേജ് കെട്ടിയതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കൂടാതെ വഴി തടഞ്ഞാണ് സ്റ്റേജ് കെട്ടിയതെന്നും കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവൃത്തികൾ ഇനി മുന്നോട്ട് പോകാതിരിക്കാൻ നിയമം ലംഘിച്ചവർക്കെതിരെ ക്രിമിനൽ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കണമെന്നും ഗുരുതര പ്രത്യാഘാതം അവർ നേരിടണമെന്നുമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിനുള്ള പ്രധാന ഉത്തരവാദികൾ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ സംഘാടകരാണെന്ന് പറയാം. ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യം ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ വ്യക്തമായി കാണാവുന്നതാണ്. കൂടുതൽ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഭേദഗതി ചെയ്ത് കോടതിയലക്ഷ്യ ഹർജി നൽകാൻ ഹർജിക്കാരന് ഹൈക്കോടതി അനുമതിയും ഇതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഹർജി ഹൈക്കോടതി മറ്റന്നാൾ വീണ്ടും 2 മണിക്ക് ശേഷം പരിഗണിക്കാനിരിക്കുമ്പോൾ എന്താകും അതിലെ തുടർ വിധി എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.